Hi, welcome to yet another vlog of mine. So today we are in Abu Dhabi. So Abu Dhabi almost 50 degree ആയിരുന്നു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് 50 degree Celsius. നമ്മുടെ സീനിയേഴ്സിന് ആക്ച്വലി ദേ വർ ഹാവിങ് എ പ്ലാൻ ടു ഗോ ടു ദി ടെമ്പിൾ. സോ അവരെൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമ്മൾ ടെമ്പിളിൽ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം. സോ ഐ വാസ് നോട്ട് ഹാവിങ് എനി പ്ലാൻ ടു ഗോ ഔട്ട് ബിക്കോസ് ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് പുറത്ത് പോകുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. ഭയങ്കര സഫോക്കേറ്റിംഗ് കൂടിയായിരിക്കും. So I thought I'll not go, but anyway I have taken all my outfits and went. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ സീയിങ് ദെയർ എനർജി ടു ഗോ ദെയർ ആൻഡ് ദാറ്റ് ഏർജ് ഐ തോട്ട് ഐ വിൽ ഓൾസോ ജോയിൻ. എനിവേ നമ്മൾ ഡയറക്റ്റ്ലി പോയത് അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിറിലേക്കായിരുന്നു. രാവിലെ നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഡയറക്റ്റ്ലി റൂമിൽ പോയി റെഡി ആയിട്ട് ഇറങ്ങായിരുന്നു. ദേ വെർ വെൽ പ്രിപ്പയർഡ്, കെയിം അപ്പ് വിത്ത് സാരി ആൻഡ് ഓൾ ബിക്കോസ് ഇറ്റ് ഷുഡ് മാച്ച് ദി ടെമ്പിൾ വൈബ്, റൈറ്റ്? Whether if it's Abu Dhabi or any other place, the decorum should be followed, right? So നമ്മൾ അങ്ങനെ അവിടെ എത്തി. രജിസ്റ്റർ ഒക്കെ ചെയ്യണമായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 30 minutes മാത്രമേ എടുത്തുള്ളൂ. 30 minutes എടുത്തില്ല അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ടെലിങ് അബൌട്ട് ദി ആർക്കിടെക്ചർ ആൻഡ് എവറിത്തിങ്, ഇറ്റ്സ് ഫാബുലസ്, ലൈക്ക് മൈൻഡ് ബ്ലോയിങ് കൈൻഡ് ഓഫ് തിങ്. പക്ഷേ ആ ടെമ്പറേച്ചറിൽ വി കാൺട്ട്, oh my god, I can't explain how the temperature was, but നമ്മൾ പീസ്ഫുള്ളായിട്ട് എന്താ നമുക്ക് ദർശനമൊക്കെ ചെയ്യാൻ പറ്റി. ആൻഡ് നമ്മളവിടെ എത്തി സെക്യൂരിറ്റി ചെക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഈ ഷൂ റാക്ക് കൈൻഡ് ഓഫ് തിങ് ഉണ്ട്. സോ അവിടെ നമുക്ക് നമ്മുടെ സാൻഡൽസൊക്കെ സൂക്ഷിക്കാം. ദെയർ ആഫ്റ്റർ അവിടുന്ന് 2 ways ആണുള്ളത് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ ആക്ച്വലി ഐ എം നോട്ട് ഡിസ്ക്രൈബിങ് എവറിത്തിങ് ഇൻ ദിസ് ബിക്കോസ് നമ്മളൊരു ബ്രീഫ് എടുത്തിട്ടുണ്ട് ഓവറോൾ. സോ അപ്പോൾ അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും മോസ്റ്റ്ലി മോർ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ചാന്ദിനി മാം ഒരു ഹായ് പറയും. ഹായ് ഗായ്സ്. രാധിക മാം ഒരു ഹായ്.
ഹായ്. ഹലോ. നമ്മൾ ടെമ്പിളിൻ്റെ മുകളിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സ്റ്റെപ്പ് കയറിയിട്ട് പോയതാണ്. പക്ഷേ ചൂട്, കാല് തൊടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര ചൂട്. അതുകൊണ്ട് പിന്നെ അന്നേരം സെക്യൂരിറ്റി പറഞ്ഞതാണ്. അതെ, അപ്പോഴേ സെക്യൂരിറ്റി പറഞ്ഞത് ഇതുവഴി പോവാന്ന്. എന്നിട്ട് ആരും കേട്ടില്ല. സോ ദിസ് വേ ഓക്കെ. ഇതില്ല മറ്റേ അങ്ങോട്ടാണോ അതോ ഇങ്ങോട്ടാണോ? നമ്മൾ ഇവിടുന്ന് ലിഫ്റ്റിൻ്റെ മുകളിലേക്ക് പോകാം, കാരണം സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. ആൻഡ് ഇവിടെ ചൂട് 49 ഡിഗ്രി എന്തോ ആണ്. 49 ഡിഗ്രി ആണെങ്കിൽ അതിനേക്കാളും ഭയങ്കര ഹ്യൂമിഡിറ്റി. എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചൂടാണ്. ഹൈ, ബെറ്റർ എന്താ പറയുക, വിന്റർ സീസൺസിലൊക്കെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതെ, അത് ഇപ്പോൾ സമയം എത്ര മണി അറിയോ? 12:58. ഇവിടെ ഉച്ചയ്ക്ക് അമ്പലത്തിൽ വരാൻ പ്രശ്നമില്ല. സോ മന്ദിർ ദർശൻ അഭിഷേക് മന്ദിർ. അപ്പം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇപ്പോൾ ആദ്യം. സോ ഇവിടുന്ന് വന്നിട്ട് നമ്മൾ ലിഫ്റ്റിൽ ആദ്യം ഫസ്റ്റ് ഫ്ലോറിൽ പോകണം, അഭിഷേക് മന്ദിർ. അതിന് ശേഷമാണ് മന്ദിർ ദർശനം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഹായ്, എല്ലാവരും ഒന്ന് തിരിഞ്ഞിട്ട് പോസ്റ്റ് തരുമോ? നമ്മൾ ഫസ്റ്റ് ഫ്ലോർ എത്തിയിരിക്കണം. ഇവിടെ എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാണ്. അലൗഡ് അയോധ്യ രാം മന്ദിർ. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക്. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ പറയണം കേട്ടോ, വന്നിട്ട് എങ്ങനെ ഉണ്ടായി. അബുദാബി കൃഷ്ണ മന്ദിർ. സോ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഊബർ എടുത്തിട്ടാണ് വന്നത്. ആൻഡ് ദെയർ ആഫ്റ്റർ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പാസ്പോർട്ട് വേണം. നമ്മുടെ പാസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ പാസ്പോർട്ട് ഡിജിറ്റലി ഫോണിൽ നമ്മൾ കാണിക്കണം. നിങ്ങൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള IDs എന്തെങ്കിലും ID പ്രൂഫ്സ് എന്തെങ്കിലും കയ്യിൽ വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഇവർ ചോദിക്കുന്നത് പാസ്പോർട്ടാണ്. പാസ്പോർട്ട് ചോദിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ വെരിഫൈ ചെയ്തിട്ട് നമുക്കൊരു എന്താ പറയുക ബുക്കിംഗ് ടിക്കറ്റ് തരും. അതിനുശേഷം പിന്നെ സെക്യൂരിറ്റി ക്ലിയറൻസ് ആണ്. പക്ഷേ ആ ഏരിയയിലൊന്നും നമുക്ക് ഫോട്ടോഗ്രാഫ്സ് ഒന്നും ദെറാഫ്റ്റർ നമ്മൾ കൊട പിന്നെ ട്രൈപോഡ് ഇതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഫോണാണെങ്കിൽ നമ്മൾ പൗച്ചിലോ പേഴ്സിലോ എന്തെങ്കിലും വെക്കേണ്ടി വരും. ഇതുപോലത്തെ ഒരു ഹാൻഡ് ബാഗ്സ് കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതെ. ആൻഡ് അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. ആൻഡ് ഇവിടെ രാവിലെ 8 to ഈവനിങ് 8 വരെ എന്തോ ആണ്. രാവിലെ 10 തൊട്ട് 10 to 8 വരെയാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ടൈം. ആൻഡ് ദെറാഫ്റ്റർ നമ്മൾ വന്നു, അകത്ത് കയറി ഭയങ്കര ചൂടാണ് ഇതിനകത്ത്. സോ പ്ലീസ് ട്രൈ ടു വെയർ കോട്ടൺ ക്ലോത്ത്സ് ആസ് മച്ച് ആസ് പോസിബിൾ. സാരിയും നല്ലതായിരിക്കും. കംഫർട്ടബിൾ. ഭയങ്കര ചൂടാണ്, എക്സ്ട്രീംലി ചൂടാണ്. സോ ഈ ഒരു സിറ്റുവേഷൻ വരാനായിട്ട് സജസ്റ്റ് ചെയ്തില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് മനുഷ്യരുമില്ലായിരുന്നു. പക്ഷേ ആ ഏരിയ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളെ കാണിക്കാത്തത്. ബട്ട് ഇറ്റ്സ് വെരി എന്താ പറയുക സ്പിരിച്വൽ, നല്ലൊരു സമാധാനമായിട്ട് ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു അമ്പലമാണ്. You will get the vibe of the oldest temple here. It's very serene and peaceful. You should definitely try it.
ആൻഡ് അതുപോലെ ഇവിടുത്തെ ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇറ്റലിയിൽ നിന്ന് ഉള്ള സ്റ്റോൺസ് കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റിലാണെങ്കിൽ പോലും ഫ്ലോറൊക്കെ ഭയങ്കര കോൾഡാണ് ഔട്ട്സൈഡ്. ഭയങ്കര കോൾഡാണ് ഇൻ ദ സെൻസ് നമുക്ക് നിൽക്കാൻ പറ്റും. പിന്നെ കാർവിങ്സ് എല്ലാം ഇന്ത്യയിൽ നിന്ന് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, പിന്നെ പ്രോപ്പർ ഇന്ത്യൻ ആർക്കിടെക്ചർ കൾച്ചർ സംഭവങ്ങളാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആസ് നോട്ട് ലൈക്ക് കേരള എന്നുള്ള രീതിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. നോർത്ത് ഇന്ത്യൻ വൈബ് യു വിൽ ഗെറ്റ് ഹിയർ. അതെ, സോ ഗോൾഡ് സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ എല്ലാത്തിനും നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ട്, അത്രയാണ്. അപ്പോൾ നമ്മൾ വന്ന് പീസ്ഫുള്ളി തൊഴുതു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇത് നമ്മുടെ ക്രൂവിന് വേണ്ടിയിട്ടുള്ള ബ്രീഫാണ്. താങ്ക് യു ബൈ. അതിന് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ക്യാബിലേക്ക് പോവാം. സോ ഷൂ സ്റ്റോറേജ് സ്പേസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടുന്ന് കിട്ടുന്നതാണ് കേട്ടോ. അതെ, വെള്ളം വരെ കിട്ടും. ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. വെള്ളം കിട്ടും. ഇത്രയും ചൂടിൽ കുടിക്കാൻ പറ്റിയ നല്ല വെള്ളം ഇത്. അതെ, വെള്ളം മാത്രമേ കിട്ടൂ. ഇവിടെ പുറത്ത് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വി ആർ സെയിങ് ബൈ ഫ്രം അബുദാബി മന്ദിർ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, ക്യാബിലേക്ക് പോവാണ്. ഭയങ്കര ചൂടാണ് പുറത്ത്, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. സോ ബൈ. സാക്ഷാത്കാരണി സദ്ഭക്തി ബിഹൈൻഡ് ദി സീൻസ് ഓഫ് ക്യാമറ. ദൈവത്തിന് എത്ര നേരം വിളിച്ചാലും മതി വരില്ല. അതുപോലെ നല്ല ചൂടാണ്. ഒരു 50 ഡിഗ്രി ഹൈ. സോ നമ്മൾ ടെമ്പിൾ വിസിറ്റ് എല്ലാം കഴിഞ്ഞ് ക്യാബിൽ കയറി. അപ്പോൾ 2 മാംമാരും പറയും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ടെമ്പിൾ വിസിറ്റ്. ഇവർ ആക്ച്വലി നേരത്തെ തീരുമാനിച്ചതാണ്. ഇവർ ആക്ച്വലി നേരത്തെ തീരുമാനിച്ചതാണ് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവർ പ്ലാൻ ചെയ്ത് സാരിയൊക്കെ കൊടുത്തിട്ട് വന്നു. സോ എങ്ങനെയുണ്ടായി പറയാം. വിസിറ്റ് ചെയ്യാൻ നല്ലൊരു അമ്പലം തന്നെയാണ്. അതും ഞാൻ പറഞ്ഞില്ലേ, നല്ല പീസ്ഫുൾ ആയിട്ട് ഒരു ആരും ഇല്ലായിരുന്നു. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്വസ്ഥമായിട്ട്, ഞാൻ ഇതുവരെ പോയിട്ടുള്ള ടെമ്പിൾസിനെ വെച്ച് നോക്കുവാണെങ്കിൽ, ഹിസ്റ്റോറിക്കൽ ടെമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാനും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു അവസരം കിട്ടിയ ഒരു ടെമ്പിളാണ്. പിന്നെ ആകെ പറയാനുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓസം. നല്ലൊരു ട്രിപ്പല്ല, എന്താ പറയുക, ഒരു പിലിഗ്രിം സെൻ്റർ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് ഈ അമ്പലം. ആസ് എ ക്രൂ മെമ്പർ ഞാൻ പറയുന്നത്, ക്രൂ എപ്പോഴും വന്ന് എന്താ പറയുക, പറ്റുന്ന സമയങ്ങളിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. എല്ലായ്പ്പോഴും വന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പറയത്തില്ല, മനസ്സിലായി ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഈ അമ്പലം ഒന്ന് വിസിറ്റ് ചെയ്യണം. എനിക്കും അതേ പറയുന്നത്, അബുദാബി വരുവാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. സോ ഇറ്റ് വാസ് എ റിയലി ഗുഡ് ട്രിപ്പ് വിത്ത് ദീസ് ഓസം പീപ്പിൾ, ക്രേസി പീപ്പിൾസ്. ഞാൻ ലാസ്റ്റ് മിനിറ്റാണ് പുൾ ഔട്ട് ആവണേ. അതാണ് പറഞ്ഞത്, അത് ഒരു ഭാഗ്യമാണ്, ദൈവം തന്നൊരു ഭാഗ്യമായിട്ട് കരുതുക. കാര്യം വെച്ചാൽ ലാസ്റ്റ് മൊമെന്റ് നിനക്ക് വരാൻ പറ്റിയതിലൊരു ഭാഗ്യമായിട്ട് കരുതുക. അതെ, യെസ്, വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയില്ലേ, തീർച്ചയായിട്ടും. പിന്നെ നല്ല സീനിയേഴ്സിന്റെ കൂടെ വന്ന് സീനിയർ ഞാൻ എന്റെ സ്വന്തമായിട്ട് അങ്ങ് നോക്കിയത് നല്ല സീനിയേഴ്സിന്റെ കൂടെ. അതെ അതെ, നല്ല സീനിയർ. അങ്ങനെയല്ല വൈബ്. നമുക്ക് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നോ പറയാതിരിക്കുക, അത് നല്ലതല്ലേ ഒരു ഓപ്ഷൻ. കൂടെയുള്ളവര് നമ്മൾ പോകാന്ന് പറഞ്ഞാൽ ഓക്കെ റെഡി എന്ന് പറഞ്ഞാൽ അതും കിട്ടാൻ നല്ലൊരു. and plus it is very economical. A group of people goes because we can share and everything. Yes, ഒരുപാട് എക്സ്പെൻസ് ഒന്നുമില്ല. It's a good option that we go in groups. നമ്മൾ രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എന്നിട്ട് അവിടുന്ന് അടുത്ത ക്യാബ് ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് അല്ലേ? അതെ 30 മിനിറ്റ്സ് ഉള്ളൂ. പിന്നെ അത്ര ഡിസ്റ്റൻസും തോന്നിക്കില്ല.
കാരണം ഇവിടുത്തെ റോഡ്സും സംഭവങ്ങളും ഇവിടെ എത്ര km/h ആയിരിക്കും? 81 അവർ പോകുന്നുള്ളൂ. പക്ഷേ ഓൾ ഗുഡ്. എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇന്ത്യൻ മണിയായിട്ട് കൺവേർഷൻ ചെയ്യാനേ പാടില്ല. അങ്ങനെ വിചാരിച്ച ഒരു കാര്യം ഇവിടെ വന്നിട്ട് ഇതനുസരിച്ചാണെങ്കിൽ ചീപ്പർ ആണെന്നാണ് ഉദ്ദേശിച്ചത്. But anyways, it will cost around 250. Yeah, that's a max. ദിറം. 250 AD, yes. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഇപ്പൊ 3 പേരല്ല അതിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകണമെങ്കിൽ ഇറ്റ്സ് വിൽ വർത്ത്. ഇറ്റ് വിൽ ബി വർത്ത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്രാവശ്യം വന്നിട്ട് അമ്പലത്തിലേക്ക് ഒക്കെ പോയി. നമുക്ക് അവിടെ ഗൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഗൈഡൊന്നും എടുത്തില്ല, കാരണം ഒന്നാമത്തെ കാര്യം ഇത്രയും ചൂടാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനി അവരോട് പറഞ്ഞ് കേട്ടോണ്ട് നിൽക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. സോ എന്നിട്ട് പിന്നെ അവിടെ നിൽക്കുന്ന ആ പ്രിയങ്ക എന്നല്ലേ ആ മാം പേര് പറഞ്ഞേ, ആ മാം വന്നിട്ട് സംഗീതയാണോ? ഓക്കെ, അപ്പോൾ സംഗീതയായിരിക്കും. എവിടെ നിന്ന് വന്നു എനിക്കറിയില്ല. ആ മാം വന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനൊക്കെ തന്നിട്ട് പോയി. ഇതുപോലെ ടെമ്പിള് പണിയാനുള്ള സംഭവങ്ങൾ അബുദാബി ഗവൺമെൻറ് ടെമ്പിള് പണിയാൻ വേണ്ടിയിട്ട് ലാൻഡ് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ആ ടെമ്പിളിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ എന്താ പറയുക, ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റോൺസ് ആണെന്നല്ലേ? ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റോൺസ് വെച്ചിട്ട് ഒക്കെയാണ് അവർ ഇതെല്ലാം ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞില്ല, ഹ്യൂമിഡിറ്റി അത്ര അറിയുന്നില്ല ആ സ്റ്റോണിൽ. പിന്നെന്താ, പിന്നെ ഫുൾ ഓഫ് ആർക്കിടെക്ചർ, നമ്മുടെ പ്രോപ്പർ ആർക്കിടെക്ചറും കാര്യങ്ങളും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതെ, എക്സാക്ട്ലി. പിന്നെ എനിക്ക് എവിടേക്കൊക്കെ പത്മനാഭസ്വാമി ടെമ്പിളിന്റെ ഒരു ടച്ച് തോന്നി. സിമിലർ എല്ലാം ഒരു അമ്പലത്തിന് ഒരു സിമിലാരിറ്റി ഉണ്ട്. നമ്മുടെ കേരളത്തിലെ നോർത്തിലുള്ള അമ്പലത്തിന്റെ ഒരു സിമിലാരിറ്റി ഉണ്ട്. അതെ, പിന്നെ കംപ്ലീറ്റ് നോർത്ത് കംപ്ലീറ്റ് മിക്സ് ഓഫ് എവരിതിങ് പറയാൻ പറ്റില്ല. പിന്നെ ഭയങ്കര പീസ്ഫുൾ ആണ് അത്ര തന്നെ. ഈവൻ എല്ലാ ദൈവങ്ങളും അതിനകത്തുണ്ട്. അയ്യപ്പൻ 18-ാം പടി, എവറിത്തിങ് ഈസ് ദർ. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ വരുമ്പോൾ മറ്റേ ഇത് വിസിറ്റ് ചെയ്യണം കേട്ടോ, എന്താ മ്യൂസിയം. അത് മാത്രമല്ല, അതും കൂടി പറഞ്ഞില്ലല്ലോ ഹരിചന്ദ്ര, അതിനകത്ത് ഒരു ഷോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതെ, കൂടി പറയാം. അവിടെ ആക്ച്വലി 3 ഫ്ലോർ ആയിട്ടാണുള്ളത്. 3 ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറ്, ഗ്രൗണ്ട് ഫ്ലോറിൽ എന്താ ഈ യമുന ഗംഗ റിവറിന്റെ എന്താണ് അവർ ആ വാട്ടർ, സേക്രഡ് വാട്ടർ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. അതും അതിന്റെ കുറച്ച് എന്തോ പോർഷൻസ് എന്തൊക്കെ അവിടെ ആഡ് ചെയ്ത് അങ്ങനത്തെ സംഭവമാണ്. ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ ഇത് ആഡ് ചെയ്യാം. പിന്നെ അത് കൂടാണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അഭിഷേകം നടക്കുന്നുണ്ട്. നമ്മൾ ആ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും കാണിച്ചല്ലോ, അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ അഭിഷേകം നടക്കുന്നുണ്ട്. അത് അവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ചോദിക്കട്ടെ, അവര് ഫോട്ടോ എടുത്തു തരും. അതെ, നമ്മൾ വൺസ് ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവര് നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി താഴെ നമുക്ക് സോഫ്റ്റ് കോപ്പി കിട്ടും അവർ ഫോട്ടോ എടുക്കുന്നതിന്. അപ്പൊ അങ്ങനെ മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. 20 per person 20 dirhams. 3 പേർക്കാണെങ്കിൽ അവർ 50ക്ക് ചെയ്തു തരും. എന്നിട്ട് പിന്നെ ആ അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഓരോ പില്ലേഴ്സിലും ആർക്കിടെക്ചർ ഉണ്ട്. അത് കൂടാണ്ട് ഓരോരോ ക്യാരക്ടേഴ്സും നമ്മുടെ പ്രോപ്പർ എന്താ റിലീജിയസ് സംഭവങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ലിഫ്റ്റിൽ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുമ്പോഴാണ് മന്ദിർ വരിക. ആ മന്ദിറിലാണ് നമ്മൾ ഈ പറഞ്ഞ അയ്യപ്പ, എന്താ കൃഷ്ണ, രാധ ഒരു കാര്യം. ഈ ഫ്ലോർ എന്ന് പറയുന്നത് ചൂടായതുകൊണ്ട് നമ്മൾ ഫ്ലോർ വഴിയാണ് പോയത്. ഇതിനകത്ത് വീഡിയോ ആഡ് ചെയ്യും. വീഡിയോയിൽ കാണിക്കുന്ന പോലെ സ്റ്റെപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ്ലി പോവാം. അങ്ങനെ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഫ്ലോർ യൂസ്. അതെ, കാരണം ഈ ഇത്രയും 50 ഡിഗ്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, അത് അത്രയും ചൂടില്ല. എങ്കിൽ പോലും നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറുമ്പോൾ എന്തായാലും നല്ല ചൂടെടുക്കും. അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ താഴെ ചൂടില്ല, കുറവാണ് പറഞ്ഞിട്ട് മേളിൽ നിന്ന് വരുന്ന ചൂടിന് കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ സെക്യൂരിറ്റി ആദ്യമേ നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് അതുവഴി പോകാൻ. പക്ഷെ ഞങ്ങൾ ആദ്യത്തെ ആ ഒരു സംഭവം കൊണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ കൊണ്ട് അതുവഴി പോകാൻ നിന്നില്ല. പിന്നെ വീണ്ടും തിരിച്ച് വന്നിട്ട് എലിവേറ്റർ യൂസ് ചെയ്തിട്ടാണ് പോയത്. സോ ആക്ച്വലി നമ്മൾ വൈകിട്ട് ഒരു സമയത്ത് പോയാൽ നല്ല തിരക്കായിരിക്കും, പക്ഷേ പീസ്ഫുൾ ആയിട്ട് തൊഴാൻ പറ്റിയില്ല. അപ്പോൾ 2 കാര്യം എന്തായാലും ഞങ്ങൾക്ക് ഒരുമിച്ച് നടന്നില്ല. എന്തായാലും പീസ്ഫുൾ ആയിട്ട് തൊഴാൻ പറ്റി. പിന്നെ ചൂട് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, സാരമില്ല. പിന്നെ ഒരു ഷോ നടക്കുന്നത് 10 to 8 ഈ മോർണിംഗ് 3 ഷോ അങ്ങനെ എന്തോ ഷോസിന്റെ കാര്യം അവരിതുപോലെ പറഞ്ഞിരുന്നു. അത് ഷോ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ഉത്ഭവിച്ചു സംഭവങ്ങളൊക്കെയാണ് കാണിക്കണേ. ഇവിടെ വരാനുള്ള റീസൺ എന്തുകൊണ്ടാണ് പറഞ്ഞ് ഒരു എന്താ പറയാ ഫുൾ സ്റ്റോറി അതിനകത്ത് കാണിക്കുന്നുണ്ട്.
അതാണ് പെർ പേഴ്സണ് 25 dirhams ആണ്. ആ ഷോയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ അത് കാണണം. പ്രോപ്പർ റൂട്ട് തൊട്ടുള്ള ആ കോഴ്സ് എങ്ങനെയാണ് ആ സംഭവങ്ങൾ ഇവിടെ വന്നത് അതെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ അതും ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. മസ്റ്റ് വാച്ച് ആണ്. അതെ. പിന്നല്ലാണ്ട് നമുക്ക് സെക്യൂരിറ്റീസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ രജിസ്ട്രേഷനും കഴിഞ്ഞതിന് ശേഷം നേരത്തെ മെൻഷൻ ചെയ്തപോലെ കയറാനൊക്കെ പറ്റുള്ളൂ. സോ ഇവിടെ വരുന്ന ക്രൂ ആണെങ്കിലും ഈവൻ നമ്മൾ ഈ പറയുന്നത് നമ്മുടെ മലയാളി ക്രൂവിന് മനസ്സിലാവും. സോ ബാക്കിയുള്ള ക്രൂവിന് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ എനിവേ ഓക്കെ, നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയാം, അത്ര തന്നെ. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ഞങ്ങൾ ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് ലുലുവിലേക്കാണ് പോകുന്നത്. കാരണം ഫുഡ് എന്തെങ്കിലും വാങ്ങണം. യു വാണ്ട് ടു സേ ഹായ്? ചേട്ടൻ ക്യാമറയിൽ കുറച്ച് ശൈയാണ്. അതെ, ലണ്ടൻ. അപ്പോൾ ഇനി ഇറ്റ് വാസ് എ നൈസ് ലേ ഓവർ ബൈ ദ വേ. ഇത് നമ്മൾ ഇവിടുന്ന് വേറെ കറങ്ങിയൊക്കെ തിരിഞ്ഞൊക്കെയാണ് നാട്ടിലേക്ക് പോണേ. എനിവേ ഒരു പീസ്ഫുൾ ഫീൽ. എന്തൊരു ബ്ലെസ്ഡ്. ഒരു നല്ല ദിവസമായിരുന്നു. ഇന്നൊരു നല്ല ദിവസമായിരുന്നു. അതെ, ഇന്നൊരു നല്ല ദിവസമായിരുന്നു. Today was a nice day and also it was Wednesday. So yeah, ഇനി കുറേ വർഷത്തിന് ശേഷം വ്ലോഗ് കാണുമ്പം some memories to keep, that's it. ഞാൻ എന്തായാലും ഈ വ്ലോഗ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. വിത്തിൻ നമ്മൾ അടുത്ത ലേ ഓവർ കഴിഞ്ഞ് പോണതിന് മുമ്പ്, ഞങ്ങളുടെ ഈ പാറ്റേൺ കഴിഞ്ഞ് പോണതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതെ, ഞാൻ വിചാരിച്ചില്ല എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റുമെന്ന്, കാരണം സ്പേസ് ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. സോ ടേക്ക് കെയർ. ബൈ ബൈ. ബൈ ബൈ പറയൂ. ബൈ ബൈ. കാച്ച് യു ലേറ്റർ. ഇതാണ് ഗ്രാൻഡ് മോസ്ക് ഓഫ് അബുദാബി. യെസ്, അതെ. ഈ മോസ്കിൽ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്, ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം. അതുപോലെ ഈ മോസ്കിൽ പോയി ഇതിൻ്റെ അടുത്തുള്ള ഏതോ ഭാഗത്താണ് ഇതും വരുന്നത്, പാലസും വരുന്നത്. ഈ അതെ ഭയ്യ, പാലസ് ബി मोस्क है ये मोस्क का पास वो पैलेस भी है ना, एमिरेट्स पैलेस. ओके, दूसरा साइड है. ठीक है, ഓക്കെ. സോ അവിടെ നമ്മുടെ ഈ മറ്റേ കുതിര സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ അതുപോലെ കുറേ ഏൻഷ്യൻ സംഭവങ്ങൾ ഈ മോസ്കിൽ വെച്ചിട്ടുണ്ട് ആസ് ലൈക്ക് എക്സിബിഷൻസ് പോലെ. എൻ്റെ കഴിഞ്ഞ അബുദാബി വ്ലോഗ് കണ്ടവർക്കാണെങ്കിൽ ഇത് മനസ്സിലാവും. ആദ്യം 10 വർഷം മുന്നേ